ഞാൻ ഇന്നലെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹി ഫിലിം കണ്ടായിരുന്നു. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് രാജ്കുമാർ റാവു ആണ്. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറും കൂടിയാണ്. ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഡ്രാമയാണ്. മൂവി കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും വർക്കായില്ല മൂവി. കാരണം ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു സ്റ്റോറി ലൈൻ ആയാലും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ആയാലും ഒന്നും അത്രയ്ക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ 1983 അതുപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരാളുടെ സ്വപ്നം അയാൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സോ മറ്റൊരാൾ വഴി ആ ഒരു സ്വപ്നം കാണുന്നു. സോ അങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ രാജ്കുമാർ റാവിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, മഹേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. സോ പുള്ളിക്കാരൻ ഒരു ക്രിക്കറ്ററാണ്. സോ പുള്ളിക്കാരന്റെ ഫാദർ ഒരു ടൈം കൊടുക്കും. ഈ ഒരു ടൈമിന്റെ അകത്ത് നിനക്ക് ക്രിക്കറ്റ് സെലക്ഷനോ അല്ലെങ്കിൽ ക്ലബിന് വേണ്ടിയിട്ടും കളിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ ആ ഒരു ഡ്രീമൊക്കെ മാറ്റി നിർത്തിയിട്ട് തന്റെ അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ വന്നിരിക്കാൻ പറയും. സോ അതുപോലെ തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, തനിക്ക് ക്രിക്കറ്റ് സെലക്ഷൻ ഒന്നും കിട്ടാതെ. സോ ആ സ്വപ്നമൊക്കെ മാറ്റി വെച്ച് അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ വരിക്കാൻ പറയും. സോ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്റെ കല്യാണം കഴിയും. കല്യാണം കഴിച്ച് വരുന്നതാണ് ജാൻവി കപൂറിന്റെ ക്യാരക്ടർ. ജാൻവി കപൂറിന്റെ ക്യാരക്ടറും ക്രിക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്ങനെ രണ്ടുപേരും കൂടി അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് ഒരു സിറ്റുവേഷൻ വരുന്നത്. ഒന്നേ അവരിപ്പോൾ ജോലി ചെയ്യുന്ന ജോബ് വേണം അല്ലെങ്കിൽ ക്രിക്കറ്റ് വേണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ക്രിക്കറ്റ് ചൂസ് ചെയ്യും. കാരണം അവരെ രണ്ടുപേരെയും സ്വപ്നമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജ്കുമാർ റാവുവിന് ആ ഒരു ക്രിക്കറ്റ് കരിയറോ അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് ഒന്നും റീബിൽഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ രാജ്കുമാർ ജാൻവിയുടെ ക്യാരക്ടറിനോട് പറയും, ഞാൻ നിന്നെ കോച്ച് ചെയ്യാം, നീ കളിക്കും, നീ നല്ലൊരു പ്രാക്ടീസ് ചെയ്യും, നീ ക്ലബിനും ഇന്ത്യക്കൊക്കെ വേണ്ടി കളിക്കണം. സോ നിനക്ക് ആ ഒരു ഫയർ ഉണ്ട്, ഞാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം, ഞാൻ നിന്നെ കോച്ച് ചെയ്യിപ്പിക്കാന്ന് പറയും. സോ അങ്ങനെ രണ്ടുപേരും കൂടി മുന്നോട്ട് പോകും. സോ പിന്നീട് ഇവരുടെ ലൈഫിൽ എന്ത് നടക്കും അല്ലെങ്കിൽ ഇവർ എന്തൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ജാൻവി കപൂറിന് ഒരു ക്രിക്കറ്റ് സെലക്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ ക്ലബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് കരിയർ എന്തായി തീരുമെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതാണ് ഒരു സ്റ്റോറി ലൈനെങ്കിലും ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഈ മൂവിയുടെ സിറ്റുവേഷനായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ ഒന്നും ഈ ഒരു മൂവിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. കാരണം ഒരുപാട് ഇമോഷണൽ സീക്വൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് അങ്ങനെ ഒരു വലിയ ഫീലോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷനായിട്ട് നമുക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ആ ഒരു സിനിമ കാണുന്നു, അത് കണ്ടു തീർന്നു, അത്രേ ഉള്ളൂ എന്ന രീതിയിലാണ് ആ ഒരു സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഒരു മൂവിലെ സീക്വൻസുമായിട്ടോ അല്ലെങ്കിൽ ആ മൂവിലെ ക്യാരക്ടേഴ്സായിട്ടോ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നോർമൽ അതൊരു ഫേസിന്റെ താഴെയായിട്ടാണ് ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആകെ ഈ ഒരു മൂവിയിൽ എനിക്ക് നൈസായിട്ട് തോന്നിയെന്ന് വെച്ചാൽ രാജ്കുമാർ റാവിന്റെ പെർഫോമൻസ് മാത്രമാണ്. കാരണം പുള്ളിക്കാരന്റെ പെർഫോമൻസും പുള്ളിക്കാരന്റെ സീക്വൻസും ഒക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലിയ രീതിയിൽ സ്പോർട്സ് സീക്വൻസ് ഒന്നും ഇല്ല. ആകെ ഉള്ള ഒരു ചെറിയൊരു ടൂർണമെന്റ് കാണിക്കുന്നുണ്ട്. അതും അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ പറയുന്നത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഒരു എൻ്റയർ മൂവി എനിക്ക് ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. അല്ലാതെ ഒരു കിഡിലൻ എക്സ്പീരിയൻസും എനിക്ക് ഈ മൂവി തന്നിട്ടില്ല. സോ എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.